ഗുരുവായൂരിലെ തിരുനടയിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ നമ്മളിൽ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാകും, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഗുരുവായൂരപ്പന്റെ ഈ ദിവ്യസങ്കല്പത്തിന് ദ്വാപരയുഗത്തോളം നീളുന്ന ഒരു പുണ്യ പാരമ്പര്യമുണ്ടെന്ന്. ശ്രീകൃഷ്ണന്റെ ദ്വാരകയിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലേക്കെത്തിയ ദിവ്യ വിഗ്രഹത്തിന്റെ കഥയും മഹാഭാരതത്തിലെ ജനമേജയന്റെ ജീവിതവുമായി അതിനുള്ള ബന്ധവും തലമുറകളായി ഭക്തിപൂർവ്വം പുറത്തു വരുന്ന അത്ഭുതകരമായ ഒരു വിശ്വാസമാണ്. പരീക്ഷത്തിന്റെ മരണവും ജനമേജയന്റെ സർപ്പസത്രവും പാണ്ഡവരുടെ പിൻഗാമിയും അർജുനന്റെ പൗത്രനുമായ പരീക്ഷിത് മഹാരാജാവ് തക്ഷകൻ എന്ന നാഗത്തിന്റെ ദംശനമേറ്റ് മരണപ്പെട്ടു. പിതാവിന്റെ മരണത്തിൽ തകർന്നുപോയ മകൻ പ്രതികാരാഗ്നിയിൽ സർപ്പവംശത്തെ തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആരംഭിച്ചതാണ് പ്രസിദ്ധമായ സർപ്പസത്രം. മന്ത്രശക്തിയാൽ നാഗങ്ങൾ ഒന്നൊന്നായി യാഗാഗ്നിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. അനേകം സർപ്പങ്ങൾ അഗ്നിയിൽ പതിച്ചു. ഒടുവിൽ ആസ്തിക മഹർഷിയുടെ ഇടപെടലിലൂടെ സർപ്പസത്രം അവസാനിച്ചെങ്കിലും ആ മഹായാഗത്തിന്റെ ഓർമ്മ ജനമേജയന്റെ ജീവിതത്തിൽ നിന്നും മാഞ്ഞില്ല. ദുരിതത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് പാരമ്പര്യ വിശ്വാസപ്രകാരം പിന്നീട് ജനമേജയൻ കഠിനമായ രോഗദുരിതങ്ങളാൽ വലഞ്ഞു. രാജാധികാരവും സമ്പത്തും വൈദ്യന്മാരും ഒന്നും അദ്ദേഹത്തിന് മനഃശാന്തി നൽകിയില്ല. അപ്പോഴാണ് ദൈവാനുഗ്രഹത്തിലേക്കുള്ള വഴി അദ്ദേഹത്തിന് തുറന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പൂജിക്കപ്പെട്ടിരുന്ന ദിവ്യമായ മഹാവിഷ്ണു വിഗ്രഹത്തെ ഭക്തിയോടെ ആരാധിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച മാർഗനിർദ്ദേശം. അവിടെ നിന്നാണ് കഥ നമ്മെ ശ്രീകൃഷ്ണന്റെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്നത്. ശ്രീകൃഷ്ണൻ ആരാധിച്ച ദിവ്യ വിഗ്രഹം തലമുറകളിലൂടെ കൈമാറി വന്ന ഈ പുണ്യ വിഗ്രഹം ഒടുവിൽ വാസുദേവന്റെയും ദേവകിയുടെയും കൈകളിലെത്തുകയും പിന്നീട് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ആരാധിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ തിരുനടയിൽ നിൽക്കുമ്പോൾ ഒരു ഭക്തന്റെ മനസ്സിൽ തെളിയുന്നത് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മാത്രമല്ല, ശ്രീകൃഷ്ണന്റെ സ്പർശവും ആരാധനയും ഏറ്റുവാങ്ങിയ യുഗങ്ങൾ പഴക്കമുള്ള ദിവ്യ സാന്നിധ്യമാണ്. ദ്വാരക മുങ്ങുന്നു, പക്ഷേ ദിവ്യ വിഗ്രഹം സംരക്ഷിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ അവതാരത്തിന്റെ അവസാന കാലം. ദ്വാരകയെ സമുദ്രം വിഴുങ്ങാൻ പോകുന്ന സമയം അടുത്തിരുന്നു. എന്നാൽ ഭഗവാന്റെ ദിവ്യ വിഗ്രഹം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടിരുന്നില്ല. ഭഗവാന്റെ ഇച്ഛപ്രകാരം ആ വിഗ്രഹം സംരക്ഷിക്കപ്പെടുകയും പിന്നീട് ദേവഗുരുവായ ബൃഹസ്പതിയുടെയും വായുദേവന്റെയും കൈകളിലെത്തുകയും ചെയ്തു. അവർക്ക് മുന്നിൽ ഒരു ദൗത്യമുണ്ടായിരുന്നു. ഈ ദിവ്യ വിഗ്രഹത്തിന് ഭൂമിയിൽ ഏറ്റവും അനുയോജ്യമായ പുണ്യസ്ഥലം കണ്ടെത്തുക. ഗുരുവും വായുവും കേരളക്കരയിൽ ദിവ്യ വിഗ്രഹവുമായി പല ദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. ഒടുവിൽ അവർ എത്തിച്ചേർന്നത് നമ്മുടെ കേരളത്തിന്റെ പുണ്യമണ്ണിൽ. പ്രകൃതി രമണീയവും ദൈവിക ചൈതന്യം നിറഞ്ഞതുമായ ആ പ്രദേശത്ത് പരമശിവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിഗ്രഹത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ മഹാദേവൻ തന്നെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയ്ക്കായി ആ സ്ഥലം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ദേവഗുരുവായ ഗുരുവും വായുദേവനായ വായുവും ചേർന്ന ദിവ്യ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചു. ആ പുണ്യഭൂമി പിന്നീട് അറിയപ്പെട്ടു ഗുരുവായൂർ. ദ്വാരകയിൽ നിന്ന് ആരംഭിച്ച ദിവ്യ വിഗ്രഹത്തിന്റെ യാത്ര അങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ പൂർത്തിയായി. അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഭഗവാൻ കാലക്രമേണ മലയാളികളുടെ ഹൃദയത്തിൽ ഒരൊറ്റ സ്നേഹനാമത്തിൽ നിറഞ്ഞു നിന്നു: ഗുരുവായൂരപ്പൻ. ദുരിതങ്ങളിൽ നിന്നും മോചനം തേടി ജനമേജയനും ഒടുവിൽ ഈ ദിവ്യസന്നിധിയിലെത്തി ഭഗവാനെ ഭക്തിപൂർവ്വം ആരാധിച്ചുവെന്നാണ് വിശ്വാസം. രാജാവെന്ന അഹങ്കാരമില്ലാതെ ദുരിതമനുഭവിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ ശരണം പ്രാപിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഗുരുവായൂരപ്പൻ അനുഗ്രഹം നൽകിയതും ജനമേജയന്റെ രോഗദുരിതങ്ങൾ ശമിച്ച് ആരോഗ്യവും മനഃശാന്തിയും വീണ്ടെടുത്തുവെന്നും അതുകൊണ്ടായിരിക്കാം ഇന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമങ്ങളുമായി ഗുരുവായൂരിലെത്തുന്ന ഒരാൾ തിരുനടയിൽ കണ്ണടച്ചു നിൽക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നത്: എന്റെ ഗുരുവായൂരപ്പ, എല്ലാം അങ്ങയുടെ കയ്യിലാണ് എന്ന്. കാലം മാറി, രാജാക്കന്മാർ മാറി, യുഗങ്ങൾ കടന്നുപോയി, എന്നാൽ ആ വിശ്വാസം ഇന്നും മാറിയിട്ടില്ല. ദ്വാരകയുടെ ഓർമ്മകളിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ദിവ്യ സാന്നിധ്യത്തിന് മുന്നിൽ ഇന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ സന്തോഷവും സങ്കടവും പ്രതീക്ഷകളും സമർപ്പിക്കുന്നു. ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഒരാൾക്ക് ആ സന്നിധിയുടെ അനുഭവം വാക്കുകളിൽ പറഞ്ഞു തരേണ്ടതില്ല. സർവം കൃഷ്ണാർപ്പണം.